ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഏകദേശം 1 ഏക്കർ വലിപ്പമുള്ള അമ്പലക്കുളത്തിൻ്റെ മോടി പിടിപ്പിക്കലും ആഴം നീണ്ടലും ഉപയോഗപ്രദമാക്കുന്ന ചേർത്തലയിൽ പൂർത്തീകരിച്ചു. ചേർത്തല ദേവി ക്ഷേത്രത്തിന് തെക്കുവശമായിട്ടാണ് ഈ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ചേർത്തലയിലെ ഏറ്റവും നല്ല ശുദ്ധജല തടാകങ്ങൾ നിറഞ്ഞ ഒരു കുളമായിരുന്നു. പിന്നീട് എപ്പോഴോ സംരക്ഷിക്കാതെ പോവുകയും ചെളി പിടിക്കുകയും കൽക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുകയും മരങ്ങൾ തിങ്ങി നിറയുകയും അതിൻ്റെ പച്ചില പടർപ്പുകൾ അടർന്നു വീഴുകയും ചെയ്യുന്നതോടെ അമ്പലക്കുളം ഉപയോഗശൂന്യമായി മാറി. അങ്ങനെ ഒരു പ്രദേശത്തെ വലിയ ഒരു ജലസ്രോതസ് ഒന്നിനും കൊള്ളാതായി മാറിയ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കുളത്തിൻ്റെ നവീകരണം പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇതിനായി 1,86,00,000 രൂപയാണ് അനുവദിച്ചത്. കുളത്തിൻ്റെ ആഴം കൂട്ടി നവീകരിച്ച് പാർശ്വഭിത്തികളെ കെട്ടി കുളപ്പുരയും ബലപ്പെടുത്തി സംരക്ഷണ ഭിത്തിയും ഗ്രില്ല് സ്ഥാപിച്ച് അമ്പലക്കുളം വളരെ മനോഹരമാണ്. ഈ അമ്പലക്കുളത്തിലാണ് ഉത്സവത്തിൻ്റെ 2ാം ദിവസം മുതൽ 8ാം ദിവസം വരെ ദിവസേന രാത്രിയും 5ാം ഉത്സവത്തിൽ രാത്രിയിലെയും പള്ളിക്കുളത്തിലാറാവ് എന്ന ഭക്തിസാന്ദ്രമായ പരിപാടി നടക്കുന്നത്. നൂറ്റാണ്ടുകളായി ചേർത്തലയുടെ ഏറ്റവും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ജലസ്രോതസ്സിൻ്റെ നവീകരണം നടക്കാതെ പാഴായി ജലം പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പണ്ട് ആളുകൾ നീന്തി തുടിച്ച് കുളിച്ചിരുന്ന ഒരു കുളമാണ് പുതിയ പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവന പദ്ധതിയിലൂടെ ചേർത്തലയിൽ 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ്